ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2048. ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതി 221-ാമത്തെ ദിവസത്തിലെത്തി. നല്ലിടേൻ്റെ ഒപ്പമായിരുന്നു കഴിഞ്ഞ പുലരിയിൽ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തു നിന്ന്. ഇന്ന് ആ അകന്നുപോയ, എവിടെയോ ഇടറി കുടുങ്ങിപ്പോയ ആടിൻ്റെ ഒപ്പമായാലോ. മടങ്ങി വരുന്നുണ്ട്, മടക്കിക്കൊണ്ടുവരുന്നുണ്ട് ഇടയെ. ഏറെ കഷ്ടപ്പെട്ട് ഒപ്പമുള്ള ചൊവ്വുള്ള 99-നെ വലിയ ആപത്തില് അവശേഷിപ്പിച്ചിട്ടാണ് അയാൾ പോകുന്നത്. അനിശ്ചിതത്വത്തിന് വിട്ടുകൊടുത്തിട്ടാണ് 99-നെ മരുഭൂമിയിൽ വിട്ടിട്ട് പോയെന്നാണ് സുവിശേഷം പറയുക. എന്നിട്ട് വളരെ ആപത്തിനെ നേരിട്ടുകൊണ്ടാണ് ഈ അകന്നുപോയതിനെ, ഇടറിപ്പോയതിനെ തേടി കണ്ടുപിടിച്ച് മടക്കിക്കൊണ്ടുവരുന്നത്. വെറുതെ ഒരു ഭാവനയാണ്, ഒരു അനുമാനമാണ്. 99-ൻ്റെയും കൂട്ടത്തിലേക്ക് അതൊന്ന് മടങ്ങി വരുമ്പോൾ വീട്ടിലുണ്ടാക്കിയ, പരിസരത്തുണ്ടാക്കിയ, അയൽവക്കങ്ങളിലുണ്ടാക്കിയ, ഇടയന്റെ സ്നേഹിതന്മാർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ആഹ്ലാദത്തിന്റെ, സ്നേഹത്തിന്റെ, ഒരു വിരുന്നിന്റെ ബഹളങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഈ ഒന്ന് സ്വീകരിക്കപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത ഞാനോ നിങ്ങളോ കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല. കുറെ കൂടി അത് അവഗണിക്കപ്പെടാനല്ലേ സാധ്യത. ഈ ഒരു കാലത്തിന്റെ പരിസരത്ത് നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് കാണുമ്പോൾ, വായിക്കുമ്പോൾ, വിചാരിക്കുമ്പോൾ, സാധിച്ചാലൊന്ന് വ്യാഖ്യാനിക്കുമ്പോൾ കുറെ കൂടെ ഒറ്റപ്പെട്ടു പോകും അല്ലേ? മടങ്ങി വരുന്നവരെ ആരാണ് വിശാലമായ ഒരു തുറന്ന ഹൃദയത്തോടുകൂടി ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണല്ലോ ഈ ഇറങ്ങിപ്പോകുന്നവരും അകന്നു പോകുന്നവരുടെയും എണ്ണം കൂടുമ്പോഴും നമുക്കിടയിൽ മടങ്ങി വരുന്നവരുടെ എണ്ണം വളരെ ശോഷിച്ചു പോകുന്നത്. അത് മനസ്സില്ലാത്തത് കൊണ്ടല്ല, മനസ്താപം വരാത്തത് കൊണ്ടുമല്ല, പശ്ചാത്താപം ഇല്ലാത്തത് കൊണ്ടുമല്ല. മടങ്ങി വരുന്നവർക്കായിട്ട് ആരും ഒരിടത്തും കാത്തു നിൽക്കുന്നില്ല. മാത്രമല്ല, അവരൊരിക്കലും മടങ്ങി വരരുതെന്നാണ് ആരൊക്കെയോ ആഗ്രഹിക്കുന്നത്. അതിനും കുറെ കൂടി ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഞാനും നിങ്ങളും കുറെ കൂടി മാറണമെങ്കിൽ, ഈ അന്വേഷിച്ചിറങ്ങിയ ഇടയനെ കുറെ കൂടി മനസ്സിലാക്കുക, ഇടയനോട് കുറെ കൂടി ചേർന്ന് നിൽക്കുക, ആ മനസ്സിന്റെ മിടിപ്പുകൾ കുറെ കൂടി ഏറ്റെടുക്കുക. അവിടെയാണ് തോളത്തെടുത്തുകൊണ്ട് പോരാൻ പാകത്തിന് അത്രത്തോളം സ്നേഹവും വാത്സല്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്. മറിച്ച് കുറച്ച് ദേഷ്യവും വെറുപ്പുമൊക്കെ അല്ലേ, കുറച്ചൊക്കെ അറപ്പുമൊക്കെ അല്ലേ തോന്നേണ്ടത്, പ്രകടിപ്പിക്കേണ്ടത്. 99-നെയും കണ്ടു പഠിക്കടാന്നല്ലേ ശരിക്കും പറയേണ്ടിയിരുന്നത്. അത് പറയാതെ വരുമ്പോൾ ഈ ഇടറിപ്പോക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടയനാണിത്. അല്ല, പിന്നെ വീണുപോയവർക്ക്, പരിക്കുകളേറ്റവർക്ക്, കുടുങ്ങിയും പോയവർക്ക് ഒരു മടങ്ങിവരവിന് അനുയോജ്യമായ ഒരു അവസരം, സാഹചര്യം രൂപപ്പെടുത്താനുള്ള ശ്രമമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങി വരേണ്ടവരെയും മടങ്ങി വരുന്നവരെയും കുറെ കൂടി ഈ ഇടയന്റെ ഹൃദയത്വത്തോടുകൂടി ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.